ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വെളിയിൽ ഉണ്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഒരു ഊണ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഫോണിൽ കാണാൻ പറ്റുമോ? നൗഷാദ്, ഷെഫ് നൗഷാദ് എന്നാണ് ഞാൻ ഊണ് കഴിക്കാൻ ഇറങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഊണാണ്. കാരണം മീൽസ് എന്ന് പറഞ്ഞാൽ 1.5 കേടിയാണേ, പക്ഷെ എല്ലാം ഉണ്ട്, മീനുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ എപ്പോഴും സാൽമിയ ലുലു വരുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വന്ന് ഇവിടെ നിന്നാണ് ഊണ് കഴിക്കുന്നത്. അപ്പോൾ വേറെ കുറെ വിശേഷങ്ങൾ പറയാറുണ്ട്. മീൻസ് നമ്മളെ ഇന്ന് ഞാൻ വേറെ 2-3 പോകുന്നു. അപ്പൊ അതിന്റെ വീഡിയോസും ഉണ്ട്. ഇന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ്, ലീവ് ഉണ്ടായിരുന്നു എനിക്കിന്ന്. അപ്പൊ അങ്ങനെ വെളിയിൽ ഇറങ്ങിയാണ്. അപ്പൊ നമുക്ക് ഊണിന്റെ വിശേഷങ്ങൾ കണ്ടാലോ? അമ്മോ, നമ്മുടെ നാട്ടുകാരിയാട്ടോ. കൊല്ലമാണ്. കൊല്ലല്ലേ നമ്മുടെ? കൊല്ലം അല്ല, പത്തനാപുരം. ഞാൻ അതിന് നമ്മുടെ മാങ്കോട്, പത്തനംതിട്ടയും കൊല്ലം കൂടെ അല്ലേ, മാങ്കോട് ജില്ല രണ്ടുമുണ്ട്. പത്തനംതിട്ട ജില്ലയുണ്ട്, കൊല്ലം ജില്ലയുണ്ട്, വൺചാടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടുകാരിയാണ്. കാരണം എന്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള വീട്ടിലോട്ട് പോകാൻ, മാങ്കോട് പോകാൻ. 2 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ മാങ്കോട് എന്റെ വീട്ടിലോട്ട് പോകാൻ. ഓക്കെ, ഇന്ന് എന്തുണ്ട് കഴിക്കാൻ? മീൽസ് എടുത്തു. ഓക്കെ, ഫിസിക്കൽ മീൽസ്. അപ്പം ഇവിടുത്തെ മീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏത് സമയം വന്നാലും ഇവിടുത്തെ മീൽസാണ് കഴിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ മീൽസ് കൊണ്ടുവന്നിട്ട് കാണാം. കഴിച്ചിട്ടല്ല, കൊണ്ടുവന്നിട്ട് കാണാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് വീഡിയോ എടുക്കാൻ തന്നെ. കാരണം എന്തോ പോലെ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ചമ്മലാണ്. ഫസ്റ്റ് ഇത് ഊണ്, ചോറ്, മുട്ട പൊഴിച്ചത്, ഒരു മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സാമ്പാർ, പിന്നെ കൂട്ടുകറി ഉണ്ട്, ഒരു പയറുതോരനുണ്ട്, പിന്നെ രസം, അച്ചാറ്, പായസം, മീൻസ് ഇതെന്തുവാ, തേങ്ങാ ചമ്മന്തിയാണോ? തേങ്ങാ ചമ്മന്തി ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇത് കിച്ചടി, ഇത് കൊഞ്ച് കറി കേട്ടോ, കൊഞ്ച് കറി. ഇത് അവസാനം മീൻ കറി. ഓക്കെ, പിന്നെ പപ്പടമുണ്ട്, പിന്നെ മോര്, ഫ്രഷ് മോര് കേട്ടോ. ഇത് വെൽക്കമായിട്ടായിരുന്നു കേട്ടോ, മോര് കേട്ടോ. ചോറ്, മുട്ട പൊടിച്ചത്, കുറച്ച് ചോറ് നമ്മളിതിലോട്ട് തട്ടുവാണേ. അല്ല, മൊത്തം തട്ടാം, കുറച്ചായിട്ടല്ല, മൊത്തം തട്ടാം. വേറെ ആദ്യം എന്താ വേണം? സാമ്പാർ എടുക്കാം. സാമ്പാർ നോക്കിയേ, സാമ്പാറിന്റെ കളർ ഉണ്ടോ? സാമ്പാർ അതിന്റെ പിന്നെ വേറെ എന്താ? ഈ തോരൻ കുറച്ചെടുക്കാം. തോരൻ, കൂട്ടുകറി, ആദ്യം ഇത് രണ്ടും, പിന്നെ പപ്പടം ഇല്ലാത്ത വിഷയമില്ല, പപ്പടം. ആദ്യം കുറച്ച് മീൻ കറിയും, പിന്നെ ഈ മുട്ടയുണ്ടല്ലോ, ഈ മുട്ടയും കൂടി ചേർത്ത് പപ്പടവും വെച്ചിട്ട് ബിസ്മില്ലാ. ഈ തോരൻ സൂപ്പറാ കേട്ടോ, തോരന്. ഇത് പയറ് തോരൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കൊഞ്ചുകറി ഉണ്ട്, കൊഞ്ചുകറി. സോറി, ഇത് കൊഞ്ചുകറി അല്ല കേട്ടോ, ഇത് പച്ചക്കറിയാ കേട്ടോ, കൊഞ്ചുകറി അല്ല. നേരത്തെ ഇങ്ങനെയായിരുന്നു കൊഞ്ചുകറി കിട്ടിക്കൊണ്ട്, ഇത് കൊഞ്ചുകറി അല്ല കേട്ടോ. ഇത് മുരിങ്ങക്ക കറി കേട്ടോ, മുരിങ്ങ ഇട്ടിട്ട് അങ്ങനെ കറിയാൻ തോന്നുന്നു. കൊള്ളാം. എനിക്കത് അത്രയും കൊള്ളാന്നേ മാത്രമേ ഉള്ളൂ, അത്രയും പറയാനില്ല. ഇത് സാമ്പാറും, ഇത് കൂട്ടുകറി കേട്ടോ, കൂട്ടുകറി നോക്കട്ടെ.
കൂട്ടുകറിയും സൂപ്പർ ആട്ടോ. കൂട്ടുകറിയും പിന്നെ ഈ പച്ചടി അല്ല, കിച്ചടി എല്ലാം നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ്. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ സാധനം. ഇത് കണ്ടോ, ഇത് തേങ്ങ ചമ്മന്തി. എന്തോ സംഭവം നോക്കട്ടെ. ഓ, ഇത് വെള്ള തേങ്ങ ചമ്മന്തി കേട്ടോ, വെള്ള തേങ്ങ ചമ്മന്തി കാണാൻ പറ്റുമോ? ഈ തേങ്ങപ്പൊടി ഉണ്ടാക്കിയാണ് തോന്നുന്നു കേട്ടോ. നല്ല സ്പൈസി ഉണ്ട്, ഒരു വേറൊരു ടേസ്റ്റ്. മീൻകറി ഒരു രക്ഷയില്ല കേട്ടോ, മീൻകറി ഒരു രക്ഷയില്ല സാധനം. മീൻകറിയും ഈ മീനുണ്ടല്ലോ, ഈ മീനും ഈ മീൻകറിയും ഈ സാമ്പാർ ഒഴിച്ചിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ്. ഇത് കാണാൻ പറ്റും. സാമ്പാറും ഈ മീൻകറിയും ഒഴിച്ചിട്ട് പിന്നെ ഒരു കഷ്ണം മീനും കൂടെ എടുത്ത് കുറച്ച് മുട്ടയും കൂടെ എടുത്തിട്ട് കുഴച്ചിട്ട് മോനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടി വേണം, എന്ത് വേണം? നമ്മളെ മലയാളികള് ഇത്രയും പുളി ഫുഡ്, നാടൻ ഫുഡ് ഇത്രയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ മലയാളി സമ്മതിക്കണം. നമ്മളെ അഹങ്കാരമാണ് ഈ ഊണില്ല, അല്ലേ? നമ്മളെ അഹങ്കാരമാണ് ഈ ഊണില്ല. നീ കഴിച്ചിട്ടേ കാണാം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു തന്നു. ഇനി അടുത്ത് ഈ രസം ഒന്ന് കുടിക്കാം. രസം ഒന്ന് കുടിച്ചു നോക്കിയാലോ? രസം സൂപ്പർ കേട്ടോ, നല്ല സ്പൈസി ഉണ്ട് രസം കേട്ടോ, നല്ല സ്പൈസി ഉണ്ട്. പിന്നെ അതുപോലെ പായസം. ഇത് അടുത്ത് പായസമാണ്. ഇതുണ്ടോ പായസം, നല്ല ചൂടുണ്ടോ പായസത്തിന്. ഇത് സേമിയ പായസം കേട്ടോ. നല്ല മധുരമുണ്ട്, ഭയങ്കര മധുരമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ പായസം. സേമിയ കേട്ടോ, കാണാൻ പറ്റും സേമിയ പായസം കേട്ടോ. സേമിയ പായസം സൂപ്പർ കേട്ടോ. ഞാൻ രണ്ടാമത്തെ കേട്ടോ സേമിയ പായസം വാങ്ങി കേട്ടോ. ആദ്യം സേമിയ പായസത്തിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി രണ്ടാമത് ഞാൻ ചോദിച്ചു പായസം തരും, പിന്നെ രണ്ടാമത് കൊണ്ടുവന്നു ഞാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ദിവസത്തിൽ വീണ്ടും കാണാം. ഈ ഊണിന്റെ പൈസ ഒരു KD 79 പൈസ ആണേ. താങ്ക് യു, ഗുഡ് ബൈ.